ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ദുബായ് സെൻറ് മേരീസ് ദേവാലയത്തിലെ വിവിധ സോണൽ കൂട്ടായ്മകളിലെ ഒന്നായ റാസൽ ഖോർ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവരുടെ കൂട്ടായ്മ ജീവിതവും പ്രാർത്ഥന ജീവിതവും നമുക്കായി പങ്കുവയ്ക്കുന്നു. ദുബായ് സെൻറ് മേരീസ് ദേവാലയത്തിൻ്റെ കീഴിലുള്ള റാസൽ ഖോർ പ്രയർ ഗ്രൂപ്പിലെ അംഗങ്ങൾ തങ്ങളുടെ പ്രാർത്ഥനാനുഭവങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളും നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി റാസൽ ഖോർ കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ ജെയിംസ് ബ്രദറിലേക്ക് വരികയാണ്. എൻ്റെ പേര് ജെയിംസ്. ഞാനൊരു 15 വർഷമായി ദുബായിൽ വർക്ക് ചെയ്യുന്നു. കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുന്നു. ഭാര്യ അമ്പിളി. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൂത്തത് മോളാണ് ആഗ്നസ്, രണ്ടാമത്തത് മോൻ നോയൽ, മൂന്നാമത്തത് അൻസൽ. അപ്പം 3 മക്കളെയാണ് ഞങ്ങളായിട്ട് ഇവിടെ ദുബായിൽ ജീവിക്കുന്നത്. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടിൽ ഞങ്ങൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രയർ കൂട്ടായ്മയിലേക്ക് റാസൽ ഖോറിൽ ഈ പ്രയർ കൂട്ടായ്മ ഉണ്ട് എന്നുള്ളൊരു സന്ദേശം എങ്ങനെയാണ് കിട്ടിയത്? ഞാൻ ഒരു 6 വർഷമായി സമാറി കൂട്ടായ്മയിൽ അല്ലെങ്കിൽ സമാറി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്നു. 15 വർഷമായി നേരത്തെ പറഞ്ഞ പോലെ ദുബായിൽ നമ്മൾ ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോവും, കുർബാന കാണും, തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു സാധാരണമായിട്ടുള്ള ഒരു ജീവിതശൈലി തന്നെയായിരുന്നു. വളരെ അവിചാരിതമായിട്ട് ഒരു സുഹൃത്തിൽ നിന്നാണ് ഇങ്ങനൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ടെന്നും അപ്പം ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ എല്ലാവരും കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മ ഉണ്ടെന്നറിയുന്നത്. പക്ഷേ അത് ആദ്യം സമയങ്ങൾ അറിഞ്ഞെങ്കിലും ഞാൻ അതിലേക്ക് താല്പര്യപൂർവ്വം പല ജോലി തിരക്കുകളെ കാരണം സജീവമായിട്ട് പങ്കെടുത്തിരുന്നില്ല. പിന്നെ ആ സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അതാണ് എനിക്ക് കൂടുതലും സ്ട്രൈക്ക് ചെയ്തത്. കുട്ടികൾക്ക് വളരാനും വചനം പഠിക്കാനും ബൈബിളിനെ സ്നേഹിക്കാനും കുട്ടികളുടെ എല്ലാ ദിവസവും വചനം പറയിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം തീർച്ചയായിട്ടും 3 മക്കളാണ്. അവർ സാധാരണ നിലനിൽക്കണമെന്നുള്ള ഒരു അതിയായ ആഗ്രഹം. അവർ സാധാരണ പോലെ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പഠനത്തിനപ്പുറമായിട്ട് ഇൻ്റർനെറ്റിലും മൊബൈലിലും മറ്റുള്ള കളികളിലൊക്കെ ആയിരുന്നു. അപ്പോഴവരെ വേണ്ട പോലെ ഗൈഡ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും പരിമിതിയുള്ള കാരണം അപ്പം ആ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള ഒരിതാണ് എന്നെ അട്രാക്റ്റ് ചെയ്തത്. കൂട്ടായ്മയിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഒരു പക്ഷേ ചിലപ്പോൾ ആദ്യം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതും സ്തുതിക്കുന്നതും കറിസ്മാറ്റിക് അനുഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അതിനെ ആ അർത്ഥത്തിൽ സ്വീകരിക്കാൻ ഇഷ്ടമായിരുന്നു. എനിക്ക് ആദ്യമൊക്കെ വരുമ്പോൾ വളരെ ബഹളത്തോടു കൂടിയുള്ള പ്രാർത്ഥനകളിലൊക്കെ വലിയൊരു പങ്കാളിത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഒച്ചയിലൂടെ ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അധികം അർത്ഥം മനസ്സിലായിട്ടുള്ള ഇതല്ലായിരുന്നു. പിന്നെ ഇതിലൂടെയുള്ള കൂട്ടായ്മകളും സുഹൃത്ത് ബന്ധങ്ങളും പിന്നെ ഇതിലൂടെ നടത്തുന്ന ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തതിന് ശേഷമാണ് നമുക്ക് ഓരോ കാര്യങ്ങളുടെ അർത്ഥം കൂടുതലായിട്ട്. നമ്മളൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, മാമോസ സ്വീകരിച്ചു, ഒരു ക്രിസ്ത്യാനിയായി വളർന്നു. അതിനപ്പുറം ദൈവത്തെ ആഴത്തിൽ അറിയാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥയില്ലായിരുന്നു. അപ്പം നമ്മൾ ഞായറാഴ്ചകളിലോ നാട്ടിലായിരുന്നു, ഇവിടെ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നു. ഒരു സാധാരണ ഒരു ജീവിതശൈലിയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് മാറി ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണെന്ന്, വചനം എങ്ങനെ ആഴത്തിൽ പഠിക്കാമെന്നെല്ലാം ഈ കൂട്ടായ്മ നിങ്ങളെ സഹായിച്ചു എന്നാണ്. കൂട്ടായ്മ വളരെയധികം സഹായിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ചില മനസ്സിലാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവുകയും ക്ലാസ്സുകളിലൂടെ പോവുകയും ചെയ്തപ്പോഴാണ് നമ്മുടെ ജീവിതവും പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിലുള്ള ആഴമായ ബന്ധം. അപ്പോൾ ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു ഇതല്ല. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു
പ്രക്രിയയാണ്. ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയായി മാറ്റണമെന്നുള്ളത്. നമ്മൾ വെറും വെള്ളിയാഴ്ചകളിൽ പോയിട്ടും കുർബാന കൂടി വരുന്നത് മാത്രമല്ല പ്രാർത്ഥന, നമ്മുടെ ജീവിതവും തന്നെ ഒരു അതിലാഴപ്പെട്ട് ജീവിക്കേണ്ടുമ്പോഴേ നമുക്കതൊരു ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ണിൽ വന്നത് പണം ഉണ്ടാക്കാൻ മാത്രമോ അല്ല, അതിനേക്കാൾ ഉപരി സഭ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷം എന്നിലൂടെ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ നൽകിയത് ഈ പ്രയർ ഗ്രൂപ്പ്. അതെ അതെ, നമ്മുടെ ഓരോ ജീവിതത്തിലും ഓരോ നിമിഷങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവം എന്നുള്ളൊരു ബോധ്യം നമുക്ക് മനസ്സിലായത് ഈ പ്രയർ ഗ്രൂപ്പിലൂടെയാണ്. ഇനി തിരിച്ചു വരാം. ഞാൻ അടുത്തതായിട്ട് വരിക സാലസ് ബ്രദറിലേക്കാണ്. നമ്മൾ ദുബൈയിൽ വളരെ ശാന്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ ആണ് സാലസ് ബ്രദറിലൂടെ കാണുന്ന വർഷങ്ങളായിട്ട്. അപ്പോൾ എത്ര വർഷമായി ദുബൈ വന്നിട്ട് ഇവിടുത്തെ ദൈവിക പദ്ധതികളെ എങ്ങനെ കാണും? ഞാൻ 2005 ദുബായിൽ വരുന്നത്. അപ്പോൾ ഇതിന് വരുന്നതിന് മുമ്പ് ഒരു കാരണമുണ്ട്. കാരണം ഇതിന് മുമ്പ് ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് എനിക്ക് പോകാനായിട്ട് അവസരം കിട്ടി. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അവരെന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ വന്നിട്ട് ലൈസൻസ് എടുക്കുന്നത് മസ്കറ്റിൽ അവർ കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്തായിട്ട് നിസ്വ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ അത് വളരെ ദൂരെ ആയിരുന്നത് കൊണ്ടും അവിടെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് അവരെന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലൈസൻസ് അവരുടെ പ്രാർത്ഥന കൂടെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് ഇവിടെ വരുമ്പോൾ. അതൊക്കെ വളരെ ഈസി ആയിട്ട് കൂട്ടായ്മ പ്രാർത്ഥനയിലൂടെ അതെല്ലാം നടന്നു. അപ്പം എനിക്ക് ഒത്തിരി അതിൽ സന്തോഷം തോന്നി. പിന്നെ അവരെന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഒത്തിരി. ഞാനന്ന് വിവാഹം എൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അത്രയൊക്കെ സ്നേഹം അവർ ആ കൂട്ടായ്മയിൽ തരാൻ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ മനസ്സിൽ അങ്ങനെ അവിടെ 2 വർഷമായപ്പോൾ തോന്നുകയാണ് ഞാൻ ദുബായിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ദൈവം ഒരു വഴി അതിനു വേണ്ടി ഒരുക്കി. അപ്പോൾ ദുബായിൽ വന്ന് ആദ്യമായിട്ട് അന്വേഷിക്കുന്നത് പള്ളി എവിടെയാണ്, കൂട്ടായ്മ എവിടെയാണെന്നുള്ളത്. ദൈവം അതെല്ലാം വഴിയൊരുക്കി. അങ്ങനെയാണ് എൻ്റെ ഇവിടുത്തെ ഒരു അനുഭവം. പക്ഷേ ഞാനിവിടെ വന്നു കഴിഞ്ഞ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈവായിട്ടുള്ള കൂട്ടായ്മ പ്രേയറുകളും അതോടൊപ്പം തന്നെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒത്തിരി സ്നേഹിതരൊക്കെയാണ്. അപ്പം അത് ആദ്യമേ തന്നെ അതിനുള്ളൊരു അവസരം കിട്ടി. പ്രത്യേകിച്ച് ഞാനിവിടെ ഉള്ളപ്പോൾ ജോൺസൺ അച്ഛൻ അതുപോലെ തന്നെ ഓരോ വൈദികരും അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ഇവിടെയുള്ള ശുശ്രൂഷകരൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നു എന്നെ അതിലേക്ക് അങ്ങ് തള്ളി വിടുകയായിരുന്നു. പലപ്പോഴും മാറി നിൽക്കുമ്പോഴും ചില ശുശ്രൂഷകരെല്ലാം വന്ന് മോനെ പോലെ നീ ഇത് ചെയ്യണം, നീ ഒരു ചെറിയൊരു പ്രാർത്ഥന ഒന്ന് ലീഡ് ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു പരിപാലന കാണാൻ പറ്റി. അതിലൂടെ അതുമാത്രമല്ല, ദൈവം ഓരോ കാര്യത്തിലും ഞാൻ ഓർക്കുകയാണ്. എൻ്റെ വിവാഹത്തിൻ്റെ ഇതിൽ എനിക്ക് ആകെ 28 ദിവസമാണ് എനിക്ക് ലീവ് ഉള്ളൂ. അപ്പോൾ ഞാൻ അവിടുത്തെ വൈദികൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഞാൻ നാട്ടിൽ പോവാണ്, കല്യാണം കഴിക്കാൻ പോവാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടാ മോനെ നിൻ്റെ കാര്യം എല്ലാം ശരിയാവൂടാ. ജോൺസൺ അച്ഛനായിരുന്നു അത്. അച്ഛൻ പറഞ്ഞു നിൻ്റെ കാര്യമെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഈ ഒരു 28 ദിവസത്തിനുള്ളിൽ അപ്പോഴാണ് പെൺകുട്ടിയെ കാണുന്നതും. അത് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ടാണ് നടന്നത്. അപ്പോൾ എനിക്ക് അത്രയധികം ഈ ഒരു പ്രാർത്ഥനയും വൈദികരുടെ പ്രാർത്ഥനയും കൂട്ടായ്മ പ്രാർത്ഥനയും കിട്ടി. അപ്പോൾ പിന്നീട് അങ്ങോട്ട് എനിക്ക് കാണുന്നത് ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ടും അതോടൊപ്പം ദൈവം അതിൽ വളരാനായിട്ട് അനുവദിക്കുന്നതുമായിട്ടാണ് കാണാൻ സാധിച്ചത്. ഏതെല്ലാം മിനിസ്ട്രികളിൽ ഇവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്? ഞാൻ ആദ്യമേ തന്നെ എന്നോട് ഒരു കൂട്ടായ്മയുടെ കോർഡിനേറ്റർ ആവാനായിട്ട്, അപ്പോൾ ഞാനന്ന് റഷീദയിൽ വന്നിരിക്കുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ആ കൂട്ടായ്മയിലായിട്ടുള്ളൂ, മറ്റ് സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടുത്തെ ഒരു വൈദികൻ CBHN പറഞ്ഞു നീയാണ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ ഞാനിത് കോർഡിനേറ്റർ ആയിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടോ എന്നെ മനസ്സിലാക്കുന്ന അവിടെയുള്ള വ്യക്തികളെല്ലാം എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒരു ആ ലീഡർഷിപ്പിലേക്ക് ആദ്യമേ തന്നെ കടത്തിവിട്ടു ദൈവം. പിന്നീട് എനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് ദൈവം കൊണ്ടുപോകുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കാനായിട്ട് അവസരം കിട്ടി. അതിൻ്റെ സെൻട്രൽ തലത്തിലും അതുപോലെ തന്നെ അതിൻ്റെ UAE തലത്തിലും ദൈവം എന്നെ കോർഡിനേറ്ററായിട്ട് ഉയർത്തുവാനുള്ളൊരവസരം തന്നു. ആ സമയത്ത് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുതന്നു. പിന്നീട് എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ദൈവം ഇൻ്റർസെഷനിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ് എനിക്ക് സാധിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിൽ അതിൻ്റെ ഇൻ്റർസെഷൻ പ്രെയർ ഉണ്ട്. അതിൻ്റെ ഒരു കോർഡിനേറ്ററാക്കി ഇൻ്റർസെഷൻ്റെ. പിന്നീട് കണ്ടത് ഞാൻ ഇവിടെയുള്ള ഒത്തിരി ശുശ്രൂഷകർ വരുന്നതും അവരെല്ലാം ഇതിന് വചനത്തിലൂടെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ എന്നെ പ്രീച്ചിങ്ങിലേക്കും ദൈവം കൊണ്ടുപോകുന്നതാണ് പിന്നെ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവം
എന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേകിച്ച് ഈ കൂട്ടായ്മകളിലൂടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി കൂട്ടായ്മകളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും ഇതൊക്കെ അവർക്ക് ഇതിൻ്റെ കിട്ടുന്നുണ്ടോ, പക്ഷെ പിന്നീട് വന്ന ഒരു ഫീഡ്ബാക്ക് പറയും അന്ന് പറഞ്ഞ ആ കാര്യം ഞങ്ങൾക്കത് അനുഭവമായി എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവം ഇതിനെ പിന്നിലൂടെ ഒത്തിരി ആഗ്രഹിച്ച് നമ്മൾ വളർത്തുന്നുണ്ടെന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അതായത് നമ്മുടെ ഒരു ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ അപാകതയാണ്. അപ്പോൾ ദൈവവചനം അത് ഏത് മിനിസ്ട്രിയിൽ നിന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രൈസ് ആൻഡ് വർഷിപ്പിലാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് നന്ദി പറയുവാനും വേണ്ടി ജനത്തെ ഒരുക്കുക, നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യുക. അത് പ്രീച്ചിങ് മിനിസ്ട്രിയിലാണെങ്കിൽ വചനം കൂടുതൽ ആഴ്ത്തി പഠിക്കാനുള്ള ട്രെയിനിങ്ങുകൾ സംഘടിപ്പിക്കുക, ഇതെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ചെറിയൊരു കാര്യമായിരിക്കും ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നത്. ദൈവവചനമായതുകൊണ്ടാണ്. സുവിശേഷം ആര് പ്രഘോഷിച്ചു എന്നുള്ളതല്ല, സുവിശേഷമാണ് പ്രഘോഷിക്കുന്നത് എന്നുള്ളതിൽ തന്നെ നമ്മളെല്ലാം വലിയ അത്ഭുതം കാണുന്നു എന്നല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവം വളരെയധികം എടുത്തുയർത്തിയ ജീവിതത്തെ ഞങ്ങൾ ഇനിയും കടന്നു വരാം. ദിവ്യയിലേക്ക് വരികയാണ്. ദിവ്യ നാട്ടിലെവിടെയാണ് ദിവ്യയുടെ വീട്? എൻ്റെ വീട് വയനാട്ടിലാണ്. കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് കോഴിക്കോടേക്കാണ്. കോഴിക്കോടാണ്. എത്ര വർഷമായി ദുബൈയിലേക്ക് വന്നിട്ട്? ഞാൻ 2004 ദുബായിലേക്ക് വന്നത്. ഹസ്ബൻഡ് ബിസിനസ് ചെയ്യുന്ന ആളാണ്? അതെ അതെ. മക്കൾ 2 പേരും? 2 മക്കൾ. നിങ്ങളുടെ ജീവിതം ദിവ്യേനെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എങ്ങനെയാണ് ഒരു അട്രാക്ഷൻ ഉണ്ടായി അവിടെ ചെന്നെത്താനുള്ള കാരണം? എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ കൂട്ടായ്മ 2011 നമ്മുടെ കൂട്ടായ്മ തുടങ്ങുന്നത്, ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഇവിടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങുന്നുണ്ട്, അപ്പോൾ അന്ന് അവിടെ പ്രാർത്ഥനയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അന്ന് ഞാനും മക്കളും കൂടെ ശനിയാഴ്ച വൈകുന്നേരം അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് പോയി. അന്നൊരു 10-15 ഫാമിലീസ് ആദ്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റാസൽ ഖോർ കൂട്ടായ്മയുടെ ഒരു തുടക്കം. അവിടുന്ന് അതങ്ങനെ ഓരോ ദിവസവും വളർന്ന് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 19 ഫാമിലി ഉണ്ട് നമ്മുടെ കൂട്ടായ്മയിൽ. അതായത് എല്ലാ ആഴ്ചയിലും ഈ 50 ഫാമിലിയും, അതായത് മക്കൾ ഉൾപ്പെടെ ഏകദേശം അപ്പോഴൊരു 100 പേർക്ക് മുകളിൽ അവിടെ ഒന്നിച്ചു കൂടുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്രിസ്ത്യൻ മേള നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. ഒരുപക്ഷെ നാട്ടിൽ നിന്ന് നിങ്ങളൊന്നും അത്ര അനുഭവിച്ചിട്ടില്ല അല്ലേ, അങ്ങനെ ചെറിയ ഗ്രൂപ്പുകളോ ആ ഷെയറിംഗ് ഒന്നും. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ പറയുന്ന പോലെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, പ്രാർത്ഥന, കൂട്ടായ്മ, ഏക മനസ്സോടെയുള്ള പ്രവർത്തനമാണ് സഭ വളരാൻ കാരണം. അപ്പോൾ ഈ ഒന്നിച്ച് ചേരുമ്പോൾ സാധാരണ ലേഡീസിന് മറ്റ് പല കാര്യങ്ങളിലും വ്യാപൃതരായിരിക്കുന്നതിന് പകരം ഇവിടുത്തെ ജോലി കഴിഞ്ഞും ഒക്കെ ഓടിയെത്തുകയാണ് പ്രയറിന് വേണ്ടി. അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ ആഗ്രഹത്തെ എന്തുമാത്രം വിലമതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ടും അവർക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും അവർ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ സമയം കണ്ടെത്തുന്നുണ്ട്, മക്കളെയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എപ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് തോന്നും. ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിള് ആദ്യം മുതൽ വായിക്കണം എന്നൊരു അവസാനം വരെ എപ്പോഴും ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ വായിക്കാൻ തുടങ്ങും, പക്ഷെ അത് പകുതി എത്തുമ്പോഴേക്കും നിന്നു പോകുമായിരുന്നു. അത് പക്ഷെ അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാൻ 2 പ്രാവശ്യം മുഴുവൻ ബൈബിൾ വായിച്ച് തീർത്തു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പ്രാർത്ഥിക്കാനും എപ്പോഴും അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തോന്നുന്ന ഒരു അനുഭവം. ഞാൻ തിരിച്ച് കോർഡിനേറ്ററിലേക്ക് വരികയാണ്. ഇപ്പോൾ നമ്മുടെ റാസൽ ഖോർ കൂട്ടായ്മയിൽ എന്തെല്ലാം മിനിസ്ട്രിയും എന്തെല്ലാം പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. സമാരി എന്ന് പറഞ്ഞ ഒരു 19 ബിൽഡിങ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ കൂട്ടായ്മയുള്ളത്. പിന്നെ എല്ലാവരും ഫാമിലിയാണ്. 2-3 കുട്ടികളുള്ള കുടുംബങ്ങളാണ് കൂട്ടായ്മയിൽ എല്ലാവരും. അപ്പം കുട്ടികളുടെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കുട്ടികളുടെ വചനത്തിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലേക്ക് വളരാനുള്ള വലിയൊരു വേദി എവിടെയുണ്ട്. അപ്പം ക്രിസ്ത്യൻ മിനിസ്ട്രിയുടെ 2 മാസത്തിൽ 2 ക്ലാസ്സെങ്കിലും. ഏകദേശം എത്ര കുട്ടികൾ ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലേക്ക് കടന്നു വരുന്നത്? ഏകദേശം 50-60 കുട്ടികൾ ഞങ്ങളുടെ ക്രിസ്ത്യൻ മിനിസ്ട്രിയിലുണ്ട് എല്ലാ സാറ്റർഡേയും. ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം, ഈ ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ എല്ലാ ദിവസവും എന്ത് പ്രോഗ്രാം ഒക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക? അപ്പം ക്രിസ്ത്യൻ്റെ പ്രത്യേകമായിട്ടുള്ള റിസോഴ്സുകളുണ്ട്. നമുക്ക് അവരെ വചനത്തിലും കഥകളിലൂടെയും അതുപോലെ പുതിയ ബോധ്യങ്ങളും പ്രാർത്ഥനകളും ചെയ്യുന്ന പാട്ടുകളൊക്കെ തരുന്ന റിസോഴ്സുകൾ നമുക്കുണ്ട്. അപ്പോൾ ഓരോ ദിവസവും അവർക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും കഥകളും പാട്ടുകളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികളും ഒരു വചനമെങ്കിലും പഠിച്ചുകൊണ്ട് ആഴ്ചയിൽ വന്ന് അത് എല്ലാവരുടെ മുമ്പിൽ പങ്കുവെക്കുകയും ചെയ്യുന്ന
അനുഭവമുണ്ട്. ഓക്കെ, അതെനിക്ക് ഒന്നുകൂടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി, എല്ലാ കുട്ടികളും വരുന്നവരെല്ലാ കുട്ടികളും ഒരു വചനം പഠിച്ച് ഈ പ്രോഗ്രാം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ പറഞ്ഞു കേൾപ്പിക്കും. അപ്പോൾ അത് കാണാതെ ബൈഹാർട്ടായിട്ട് അവർ പറയും. 10 വചനമൊക്കെ ഒന്നിച്ച് കാണാതെ പറയാൻ പറ്റുന്ന കുട്ടികളുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നമ്മുടെ കൂട്ടായ്മയിൽ ആഴ്ചയിൽ ഒരു വചനം ഒരു കുട്ടി പഠിക്കും. അപ്പോൾ മാസങ്ങൾ കഴിയുമ്പോൾ അവർ ഒരുപാട് വചനങ്ങളുമായിട്ട് പരിചയപ്പെടും, ഒരുപാട് വചനങ്ങൾ അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള വലിയൊരു അഭിഷേകം നമ്മുടെ കൂട്ടായ്മയിൽ. അതൊരു വലിയ സന്തോഷത്തിന്റെ വാർത്തയാണ്. ലോകം മുഴുവൻ ഇപ്പോൾ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാർ ക്രിസ്ത്യൻ, അതായത് നമ്മുടെ ഇടവകയിൽ തന്നെയുള്ള വിവിധ ശുശ്രൂഷകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും, അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ കിട്ടുന്ന വീട്ടിലിരുന്നെങ്കിൽ പോലും അമ്മമാർക്ക് മക്കളെ ഒരു വചനം വെച്ച് പഠിപ്പിച്ചാൽ പോലും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും അല്ലേ? അപ്പൊ നിങ്ങൾ അത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും സമ്മാനമോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനോ ഒക്കെ എന്ത് ചെയ്യും? അതെ, പറയുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും തന്നെ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്. അത് ഒരു കളർ പെൻസിലായിരിക്കാം, ഒരു ചോക്ലേറ്റ് ആയിരിക്കാം. അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുത്ത് അവരെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മറ്റ് മിനിസ്ട്രികൾ എന്തൊക്കെയാണ് സജീവമായിട്ട് പ്രവർത്തിക്കുക? റീച്ച് ഔട്ട് മിനിസ്ട്രിയിൽ ഞങ്ങൾ സെൻട്രൽ കോറിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഒക്കെ ആയിട്ട്, ഇപ്പം നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരങ്ങൾക്കുള്ള ഭക്ഷണം, അവർക്കുള്ള സാമ്പത്തിക സഹായങ്ങൾ, അപ്പം അങ്ങനെയുള്ള രീതികളെല്ലാം ഓരോ അറിയിപ്പ് അനുസരിച്ച് ഞങ്ങളത് കൂട്ടായ്മയിൽ സഹകരിക്കുന്നുണ്ട്. സാലസ്പൃതത്തിലേക്ക് വരികയാണ്. കുറച്ച് വർഷത്തെ അനുഭവങ്ങളുണ്ട്, പ്രാർത്ഥനാ അനുഭവങ്ങളുണ്ട്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് സെൻറ് മേരീസ് ദേവാലയം. വിവിധ കമ്മ്യൂണിറ്റികളുടെ ഒരു കൂട്ടായ്മയാണ്. ലോകം മുഴുവൻ്റെ 150-150ഓളം രാജ്യങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. അതിൽ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ വന്ന് കൂടുന്ന സ്ഥലമാണ് സെൻറ് മേരീസ്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങളുടെ പരിമിതി നമ്മൾ പലപ്പോഴും ചിലപ്പോൾ ഒക്കെ അനുഭവിക്കാറുമുണ്ട്. ഒരു കുർബാന കഴിയുമ്പോഴേ അടുത്ത കുർബാനയ്ക്ക് വേണ്ടി ഇടയില്ലാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ദേവാലയത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങൾ അറിയാത്തവരോ അല്ലെങ്കിൽ ദേവാലയത്തെ പറ്റി പോലും കേൾക്കാത്തവരുണ്ടല്ലോ, ഇഷ്ടമില്ലാതെ മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ആ വ്യക്തികളെ ഈ കൂട്ടായ്മ മുഖേന ദേവാലയവുമായിട്ട് ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. മിക്കവാറും നമ്മൾ ആകസ്മികമായിട്ടാണ് ഓരോരുത്തരെ ഇങ്ങനെ അന്വേഷിച്ച് നമ്മൾ സംസാരത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ദേവാലയത്തെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ അവർ പറയും ഇവിടെ ഒരു ദേവാലയമുണ്ടോ? അപ്പോൾ നമ്മൾ പറയും ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ദേവാലയമുണ്ട്. അവർ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഞങ്ങൾ ആ വശത്തുള്ള കൂട്ടായ്മയിലെ കോർഡിനേറ്റർ നമ്പർ കൊടുക്കുകയും ആ കോർഡിനേറ്ററെ വിളിച്ച് പറയും ഇങ്ങനൊരു വ്യക്തി അവിടെ താമസിക്കുന്നുണ്ട്, അദ്ദേഹത്തെ വിളിക്കുക, ആ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നൊക്കെ പറയും. അങ്ങനെ കുറേ വ്യക്തികൾ നമ്മൾ ദൈനംദിന ജീവിതത്തിലും അതുപോലെ നമ്മുടെ ജോലി മേഖലകളിലും നമ്മുടെ സഞ്ചാര മേഖലകളിലൊക്കെ കണ്ടുമുട്ടിയ വ്യക്തികൾ. ഇത് എനിക്കെന്ന് തന്നെയല്ല, ഇത് എല്ലാവരുടെയും ഒരു അനുഭവമാണത്. അങ്ങനെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഒത്തിരി അനുഗ്രഹം അവർ പ്രാപിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് എന്താ പറയുക, ഒരു മരുപ്പച്ചയാണ് ആക്ച്വലി ദേവാലയവും കൂട്ടായ്മ എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 22-ാം തിരുവചനം പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് നമ്മൾ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു പണിയപ്പെടലാണിത്. ഓരോ കൂട്ടായ്മയിൽ പോകുമ്പോഴും ദേവാലയത്തിൽ പോകുമ്പോഴും പണിയപ്പെടലാണ്. അപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയിലൂടെ കൂട്ടായ്മയിലൂടെ ദേവാലയത്തിലേക്ക് എത്തിക്കുക, ദേവാലയത്തിലെത്തിക്കുക, അങ്ങനെ ഒരു ദൈവവുമായിട്ടുള്ള ഐക്യത്തിലാകുക. അത് തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒത്തിരി കരുണയും അതിൻ്റെ കൃപയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒത്തിരിയേറെ നിസ്സഹായ അവസ്ഥയിലുള്ള മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്, രോഗികൾ. ഇപ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ചിലപ്പോൾ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രെയർ, പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് വരികയാണ്, ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രതിസന്ധിയിലായ വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന വ്യക്തികൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ കൂട്ടായ്മ എങ്ങനെയാണ് അതിനെ ഉണർന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ തന്നെ ഒരു വേദനയാക്കി മാറ്റിയിട്ട് നമ്മളൊരു മിക്കവാറും സമയങ്ങളിൽ നമ്മളൊരു ചെയിൻ പ്രെയർ ഇടാറുണ്ട്. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് ഓരോ മണിക്കൂറുകളും ഓരോ വ്യക്തികളെ ഏറ്റെടുക്കും. അതൊരു ഭാരമാകാതിരിക്കാനായിട്ട്. അപ്പോൾ ഇന്ന സമയം 8 മുതൽ 9 വരെ ഇന്ന ആൾ, 9 മുതൽ 10 വരെ വേറെ ആൾ, അങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ മേഖലകളിൽ നമ്മളത് സൗഖ്യം കിട്ടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാന്ന് ഇനി പോകുന്നു, നമ്മുടെ ബന്ധുക്കള് കുടുംബാംഗങ്ങളൊക്കെ ഒരു പരിധി വരെ അവിടെയാണ്. നമുക്ക് ആകെ ധൈര്യം, നമ്മുടെ സന്തോഷം ഈ കൂട്ടായ്മയല്ലേ?
തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിലും മറ്റുള്ളവരുടെ അനുഭവം പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അതായത് ഓരോ ആഴ്ചയും ഇപ്പോൾ ഈ റാസൽ കോർ ശനിയാഴ്ചയാണ് കൂടുന്നത്. ദാഹത്തോടു കൂടിയാണ് ആ ശനിയാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നത്. ആ ശനിയാഴ്ച ആ 2 മണിക്കൂർ കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് പിന്നീടുള്ള ഒരാഴ്ചയ്ക്ക് ഓടുവാനുള്ള ഒരു ഊർജ്ജമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് പറഞ്ഞതുപോലെയാണത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ചെല്ലുന്നത് ജോലി മേഖലകളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അവിടെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുവാനും ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനുള്ള ഒരു വലിയ ഊർജ്ജവും പ്രചോദനവും ഈ കൂട്ടായ്മ പ്രാർത്ഥനയോടെ കിട്ടുന്നുണ്ടെന്നുള്ള വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം പലപ്പോഴും ഞാൻ എൻ്റെ കൂടെ നടക്കുമ്പോൾ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒത്തിരി വരണ്ട അവസ്ഥയായിരുന്നു. ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒത്തിരി നനവുള്ള പോലെ ഒരു കൃപ എന്നിലേക്ക് ഒഴുകിയത് പോലെ എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഒരു ദൈവാനുഭവമാണ്. തീർച്ചയായിട്ടും കരസ്മാറ്റിക്കിന്റെ വാക്ക് തന്നെ പരിശുദ്ധ മാർപ്പാപ്പ പറഞ്ഞത് ഇപ്രാവശ്യം കൃപയുടെ നീർച്ചാലുകളായിട്ട് നിങ്ങൾ മാറണമെന്നാണ്. കരസ്മാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയുടെ നീർച്ചാലുകളാണ്. ആ രീതിയിലേക്ക് മാറാൻ വേണ്ടി എല്ലാവരെയും ദൈവം ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യയിലേക്ക് വരുമ്പോൾ ദിവ്യ ഒരു പക്ഷേ നാട്ടിലായിരുന്നെങ്കിൽ ഇത്രയും തീക്ഷ്ണമായിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ പോവുകയുള്ളൂ. ഇത് ഈ മരുഭൂമിയുടെ അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ എല്ലാ അഭയവും ദൈവമായതുകൊണ്ടും അതിനേക്കാൾ ഇവിടെ അതിനുള്ള സാധ്യതകൾ മൺഡേ പ്രെയർ, ഫാസ്റ്റിംഗ് പ്രെയർ, സോണൽ പ്രെയറുകൾ, അതുപോലെ തന്നെ മധ്യസ്ഥ പ്രാർത്ഥന വേറെ, അതുപോലെ തന്നെ ചെയിൻ പ്രെയറുകളിട്ട് ഇതെല്ലാം എല്ലാ വശങ്ങളിലൂടെ നമുക്ക് വലിയൊരു സാധ്യത ഇവിടെ തുറന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഒരു വലിയ നേട്ടം, ജീവിതത്തിൽ കണ്ട ഒരു അത്ഭുതം, ദൈവം നടത്തുന്ന വഴികൾ, അത്ഭുതം പോലെ ദൈവം ഇടപെട്ട മരുഭൂമിയിൽ മന്ന തന്ന പോലെ തന്നെ കാണും. ദിവ്യയുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ ജീവിതത്തിലോ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മൾ തീർന്നു എന്ന് ഓർത്തിടത്തുനിന്നൊക്കെ ദൈവം കരയിട്ടിട്ട് കാണും. അനേകരെ അങ്ങനെ കണ്ടിട്ടും കാണും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒന്ന് ഓർത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി മാത്രമായിട്ട് പോവായിരുന്നു. ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് തോന്നും. ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മക്കളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രാർത്ഥനാ മേഖലയിലാണെങ്കിലും ഒക്കെ ദൈവം നമ്മൾ തളർന്നു പോയി ഇനി മുന്നിലേക്ക് ഇനി ഒന്നുമില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവം കൈപിടിച്ച് നടത്തിയ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ചിലപ്പോൾ ഒരു പെട്ടെന്നുണ്ടായ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം കരയേറ്റിയതാകാം, അല്ലെങ്കിൽ ഒരു വലിയ ബാധ്യത നിന്ന് രക്ഷിച്ചതാകാം. ദിവ്യയുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് എടുത്തു പറയാവുന്ന ഒരു അനുഭവം പറയൂ. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് 2012 എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡിൻ്റെ വിസ കഴിഞ്ഞു, എന്നിട്ട് പാസ്പോർട്ടും കൂടെ കാണാണ്ടായി. അപ്പം 1 മാസം എക്സ്പയർഡായി വിസ കഴിഞ്ഞിട്ട്. ഇമിഗ്രേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ ഇല്ലീഗലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇനി ഒരു രക്ഷയുമില്ല, ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിന്നൊരു സമയത്ത് ആ പാസ്പോർട്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കൂട്ടായ്മകൾ ഒത്തിരി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മ വന്നേ പിന്നെ ദൈവം ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാൻ പറ്റാത്ത അത്ര അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് പാസ്പോർട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്ന് തന്നെ കിട്ടി. എന്നിട്ട് അന്ന് ആ സെയിം ഡേയിൽ വിസ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ ചേട്ടായിക്ക് വിസ അടിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ടി വന്നില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ദൈവം ഓരോ സമയവും അതെ ഇവിടെ നിൽക്കുമ്പോൾ വിസയില്ലെങ്കിൽ ഇന്നലെ വരെയുള്ള കണക്കൂട്ടൽ മുഴുവനാ തെറ്റുന്നല്ലേ. നാളെ പോയി നാട്ടിൽ ചെന്നാൽ എന്ത് ചെയ്യും, മക്കളെ എങ്ങനെ പഠിപ്പിക്കും, ഇവിടുത്തെ മുഴുവൻ സ്ട്രക്ചർ മാറിപ്പോവുകയാണ്. അതൊക്കെയാണ് ശരിക്കും ഒരു മരുഭൂമി അനുഭവത്തിൽ മന്ന തരിക എന്ന് പറഞ്ഞത്. അതുകൂടാതെ തന്നെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഒരു അത്ഭുതം എൻ്റെ ജീവിത പങ്കാളി ഇതിപ്പോൾ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നു. എൻ്റെ പേര് സിബി. ഞാൻ ദുബായിൽ ബിസിനസ് ചെയ്യുകയാണ്. റാസൽ കോർ കൂട്ടായ്മയിലാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്ത കുറേ ആളുകളും, അതിൽ എടുത്തു പറയേണ്ടത് നായിക്കൻ പറമ്പിലച്ചനും ഒക്കെ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ രക്ഷപ്പെടാനായിട്ട് ഒരു വഴിയും കാണാതെ ബുദ്ധിമുട്ടുന്ന ആ ഒരു സമയത്ത് ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. നമ്മൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യം ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബിസിനസ്സിൽ ചെയ്തു തന്നു. ഞാൻ
എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പറ്റാത്ത അത്രയും വലിയ, ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയൊരു ബിസിനസ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത അത്രയും വലിയൊരു ബിസിനസ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് ദൈവം എനിക്ക് തരികയും അതിലൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കടബാധ്യതകളും മാറുകയും എനിക്കൊരു ഭവനം പണിയാനും നാട്ടിലേക്ക് എൻ്റെ ആവശ്യത്തിനുള്ള പൈസകൾ അയച്ചു കൊടുക്കാനും എല്ലാം ദൈവം എന്നെ സഹായിക്കുകയും ചെയ്തു. അതിന് എനിക്കുണ്ടായത്, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഏക മനസ്സോടെ 1.5 മാസം ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്ന അനുഗ്രഹമാണ് ഇത്. ഇത് നിങ്ങളോട് പറയുന്നത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലും എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും നിങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കണ്ണുനീരോടെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരും. പ്രൈസ് ദി ലോർഡ്. റാസൽകോർ പ്രെയർ ഗ്രൂപ്പ് നിങ്ങളുടെ ഫീസ്റ്റ് അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ സഭയോട് ചേർന്ന് നിങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക? സഭയുടെ എല്ലാ ആഘോഷങ്ങളും, പെസഹ വ്യാഴമാണെങ്കിലും ഈസ്റ്റർ ആണെങ്കിലും ദുഃഖവെള്ളി, എല്ലാ ആചാരങ്ങളും ഞങ്ങൾ ഒരുമിച്ച് തന്നെ അവിടെ പങ്കുവെക്കാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആനുവൽ ഫെസ്റ്റ് അമ്മയോടൊപ്പം എന്ന് പറയുന്ന മാതാവിൻ്റെ ഒരു വലിയൊരു ഒത്തുചേരൽ ഞങ്ങൾ ആഘോഷിച്ചിരുന്നു കൂട്ടായ്മയുടെ. അപ്പം സ്നേഹത്തിലും സഹോദരത്തിലും പരസ്പരമായിട്ടുള്ള സഹായത്തിലും ഒന്നിച്ചു പോകുന്ന കൂട്ടായ്മയെക്കാളും ഒരു കുടുംബമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരെ ശ്രവിക്കുകയായിരുന്നു നമ്മൾ. എവിടെ ഇരുന്നും 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന കർത്താവിൻ്റെ വചനം അന്വർത്ഥമാക്കാൻ വേണ്ടി ദൈവം നൽകിയ ഈ കൂട്ടായ്മയെ എന്നും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ ആൾക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഇവരുടെ ഈ കൂട്ടായ്മയിലേക്ക് ദൈവം കൂട്ടിച്ചേർക്കട്ടെ. അനേകർക്കത് അനുഭവവും അനുഗ്രഹവുമായി മാറാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. റാസൽകോർ പ്രാർത്ഥന കൂട്ടായ്മയിലെ ഈ പ്രവർത്തനാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രചോദനമായെന്ന വിശ്വാസത്തോടെ പുറപ്പാടിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com